ജീസസ് നെയിം. ഹല്ലേലൂയ. ഇന്നിവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അറ്റ് ദ മൊമെന്റ് ചില കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് വലിയ തോൽവിയാ, അയ്യോ ഇത് വലിയ ദോഷമാ, അയ്യോ ഇത് വലിയ പ്രശ്നമാ, ഇതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു പ്രശ്നത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുമായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന് ഒരു മറുപുറമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഇതിന് ഒരു മറു സൈഡുണ്ട്. ഹല്ലേലൂയ. ഇതിനൊരു മറുപുറമുണ്ട്. നീ കാണുന്നത് ഇന്ന് ഒരു സൈഡാ. ഇത് കാണുമ്പോൾ ഏറ്റവും വലിയ ദോഷമായിട്ട്, ഏറ്റവും വലിയ അപകടമായിട്ട് നിനക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന് പറയാൻ ഒരു കാര്യമുണ്ട്. ഇത് എത്ര വലിയ അപകടമാണെന്ന് നീ വിചാരിച്ചാലും അതിനേക്കാൾ വലിയ ഗുണമാക്കി ഇതിനെ മാറ്റുവാൻ എനിക്കിന്ന് സാധിക്കും. ജീസസ് നെയിം. ഇന്നിവിടെ വലിയ വാഗ്ദത്തങ്ങൾ കരങ്ങളിലുള്ളവരുണ്ടോ? എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, മടുത്തു പോകരുത്. ഹല്ലേലൂയ. സഹായം ചോദിക്കാൻ പാടില്ലാത്ത ഇടത്തു പോയി സഹായങ്ങൾ ചോദിക്കരുത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ ആദ്യം മുതൽ അവസാനം വരെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം ഞാൻ ഇപ്പൊ കാണുന്നത് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാ. ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ദൈവം അവസാനം വരെയും കാണുന്ന ദൈവം അത്രേ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഈ ദൈവത്തെ? ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ നേരെ ആരൊക്കെ ദോഷം വിചാരിച്ചാലും അതിനെ ഗുണമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഉറപ്പുള്ളവരെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ജീസസ് നെയിം. ദേശത്തിൽ നീ മാനിക്കപ്പെടുന്നത് നീ കാണണം. ഹല്ലേലൂയ. എത്ര വലിയ വേദനയെ ചുമന്നിട്ടാണോ വന്നത്, ഇപ്പൊ അതെല്ലാം നമുക്ക് മറക്കാം. കർത്താവിനെ ആരാധിക്കുന്നതിൽ മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഹല്ലേലൂയ. ഒരു കണ്ണോ അത് കണ്ടിട്ടില്ല, അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണോ അത് കണ്ടിട്ടില്ല, അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല.
മന്ദിരമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ ആദ്യനും അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ. ഹല്ലേലൂയ 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 ഓഹോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങേക്കാൾ വേറൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഹല്ലേലൂയ ആമേൻ ജീസസ് നെയിം. അപ്പോൾ കുറച്ചു നേരം വചനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എത്ര പേര് എക്സൈറ്റഡ് ആണ് ഇന്ന് ദൈവത്തിൽ നിന്ന്, ഇന്ന് വചനത്തിൽ നിന്ന് പുതിയത് കേൾക്കാമല്ലോ എന്ന് എക്സൈറ്റഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ ആമേൻ. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. വാവ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്യമാണ് അല്ലേ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്യമാണ് ഇത്. കാരണം യോസഫിന്റെ ജീവിതം, യോസഫിന്റെ കഥ ബൈബിളിൽ ഈ ഒരാളുടെ ജനനം മുതൽ, അഥവാ അയാളുടെ കുഞ്ഞിലെ ഉള്ള നാളുകൾ മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന ചുരുക്ക സന്ദർഭങ്ങളേ ഉള്ളൂ അല്ലേ? എല്ലാവരുടെയും ജീവിതത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഒന്നും നമുക്ക് കിട്ടാനില്ല. ഇപ്പൊ യേശു കർത്താവിനെ പറ്റി പോലും നമുക്ക് കർത്താവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. കർത്താവിന്റെ ജനനത്തെ പറ്റി അറിയാം, അതിനുശേഷം ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് അറിയാം, ഇടയ്ക്കുള്ള ചില കാര്യങ്ങൾ അറിയാം. അല്ലാതെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു അക്കൗണ്ട് ഒന്നും നമുക്കില്ല. ശിഷ്യന്മാർ കണ്ടതിനെ പറ്റി ശിഷ്യന്മാർ എഴുതിയതാണ് നമുക്കറിയാവുന്നത്. പക്ഷെ യോസഫിന്റെ കഥ അതല്ല. യോസഫിന്റെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ, നമുക്ക് എല്ലാവർക്കും എത്ര വായിച്ചാലും മടുക്കാത്തൊരു കഥയാണ് യോസഫിന്റെ കഥ അല്ലേ? എത്ര വായിച്ചാലും മടുക്കത്തില്ല. എത്ര വലിയ വേദനയിൽ ഇരിക്കുന്നവർക്കും തിരിഞ്ഞൊന്ന് നോക്കാൻ പറ്റുന്നൊരു കഥയാണ് യോസഫിന്റെ കഥ. ഹല്ലേലൂയ. ഓക്കെ, ആരംഭിക്കും. നമുക്ക് ഈ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നേരെ ഇൻറ്റൻറ്റ് ചെയ്ത നിങ്ങളുടെ ഇൻറ്റൻഷൻസ്, നിങ്ങൾ എന്നെ പറ്റി വിചാരിച്ചത് ദോഷമായിരുന്നു. ദോഷം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലർക്കെങ്കിലും പറയാൻ പറ്റും, എന്നെ പറ്റി ദോഷം വിചാരിക്കുന്നവരുണ്ട് എന്ന് ചിലർക്കെങ്കിലും ഇവിടെ പറയാൻ പറ്റും, എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ നേരെ ആരൊക്കെ ദോഷം വിചാരിച്ചാലും അതിനെ ഗുണമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഉറപ്പുള്ളവരെന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ ജീസസ് നെയിം. എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിനക്ക് നേരെ വിചാരിക്കുന്ന ദോഷത്തെ മാറ്റുമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേട്ടവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് നേരെ ദോഷം വിചാരിക്കുന്നവരെ മാറ്റിക്കളയുമെന്നും അല്ല എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? മിണ്ടിക്കേ നിങ്ങള്. ഹല്ലേലൂയ. നിനക്കെതിരെ ദോഷം വിചാരിക്കുന്ന വ്യക്തികളെ മാറ്റിത്തരാം എന്നല്ല ബൈബിൾ നിന്നോട് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിനക്കെതിരെ വരുന്ന ദോഷത്തെ മാറ്റിത്തരാം എന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിനക്കെതിരെ ഇന്റൻഷൻസ്, നിനക്കെതിരെ വരുന്ന ദോഷകരമായ ഇന്റൻഷൻസിനെ, ദോഷകരമായ വിചാരങ്ങളെ നിനക്ക് ഗുണമാക്കി തീർക്കുന്ന ഒരു അപ്പൻ നിനക്കുണ്ടെന്ന. ഹല്ലേലൂയ. കേട്ടവർക്കായിട്ട് സ്തോത്രം. നിങ്ങൾ കാണുമ്പോൾ അതെത്ര ദോഷകരമാണെങ്കിലും, നിങ്ങൾ കാണുന്ന സമയത്ത് അതെത്ര എത്ര പൊട്ടൻഷ്യലി ഹാംഫുൾ ആണെങ്കിലും, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവോ എത്ര പൊട്ടൻഷ്യലി അത്
ആണെങ്കിലും അപകടം വിതയ്ക്കാൻ സാധ്യതയുള്ളതാണെങ്കിലും പൊട്ടൻഷ്യലി അത് എത്ര ബുദ്ധിമുട്ടുള്ളതാക്കാൻ സാധ്യതയുള്ളതാണെങ്കിലും കർത്താവ് പറയുന്ന കാര്യം, നിനക്കെതിരെ വരുന്ന ദോഷ വിചാരങ്ങളെ അത് നിനക്ക് ഗുണകരമാക്കി തീർക്കാൻ എനിക്ക് പറ്റും. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ഇതൊരു ദൂതായിട്ട് സ്വീകരിക്കാൻ എത്ര പേർക്ക് പറ്റും? നിനക്കെതിരെ ദോഷം വിചാരിക്കുന്നതിനെ, നിനക്കെതിരെ ദോഷമായിട്ട് വരുന്നതിനെ ഗുണമാക്കി നീ കാണും, എൻ്റെ കണ്ണത് കാണും എന്ന് പറയുന്നവർ യേശുവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. എനിക്കെതിരെയുള്ള ദോഷ വിചാരങ്ങളെ എനിക്ക് തന്നെ ഗുണമായി മാറുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണും. ആമേൻ, ഹല്ലേലൂയ. യേശുവിനെ പറ്റി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നത്, അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? ക്രൂശിക്കുകയില്ലായിരുന്നു. എന്തറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 2-ാം അധ്യായമാണ്. വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചാൽ മതി, ഇപ്പം അത് എടുക്കണമെന്നില്ല. 2 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്. അത് അറിഞ്ഞിരുന്നു. ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അത് അറിഞ്ഞില്ല. ലോകത്തിന്റെ പ്രഭുക്കന്മാർ, പിശാചുക്കൾ, എന്താ അന്ധകാര മണ്ഡലങ്ങൾ, ഇതൊന്നും ഈ സത്യം അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഹല്ലേലൂയ. വളരെ അപ്പോസ്തലൻ ഈ ലേഖന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ബൈബിൾ വായിക്കുമ്പോൾ ലേഖന ഭാഗങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. കാരണം ആ പ്രിവിലേജ് പലർക്കും ഇല്ല. ഞാൻ പണ്ടൊക്കെ നമ്മൾ വായിക്കത്തില്ലേ ബൈബിൾ, ഇങ്ങനെ പഴയ നിയമം പുതിയ നിയമമൊക്കെ ഇങ്ങനെ വായിക്കും. എന്തായാലും മനസ്സിലാവോ? ഭയങ്കര പാടാ മനസ്സിലാവാൻ. പക്ഷേ നമുക്ക് വചനത്തിലെ ആഴങ്ങൾ, വചനത്തിലെ മർമ്മങ്ങൾ നമുക്ക് പഠിക്കാൻ അവസരമുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കതൊരു വലിയ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മളിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ദൈവം ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മുടെ തേജസ്സിനായ മുൻ നിയമിച്ചത്. ആരെ? യേശു കർത്താവിനെ നമ്മുടെ തേജസ്സിനായ മുൻ നിയമിച്ചത്. അത് മറഞ്ഞിരുന്ന മർമ്മമാ. അത് ലോകമണ്ഡലങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ യേശുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. പിശാച് എന്താ വിചാരിച്ചത്? പൈശാചിക മണ്ഡലങ്ങൾ എന്താ വിചാരിച്ചത്? ഏതൊരു പ്രവാചകനെയും കൊന്നുകളഞ്ഞതുപോലെ, ഏതൊരു ദൈവത്തിന്റെ പ്രവാചകനെയും ദൈവത്തിന്റെ മനുഷ്യനെയും നശിപ്പിച്ചു കളഞ്ഞതുപോലെ യേശുവിനെ നമുക്കൊന്ന് ക്രൂശിക്കാം. ഒരു മനുഷ്യനെ നോക്കി, ഭൂമിയിൽ അന്നുവരെ ദൈവത്തിന്റെ നാമം എടുത്ത് ഉയർത്തിയ ഒരു വ്യക്തിക്ക് അന്നുവരെ ലഭിച്ചിട്ടില്ലാത്ത ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മരണമാണ് പിശാച് യേശുവിന് വേണ്ടി ഒരുക്കിയതെന്ന് പിശാച് വിചാരിച്ചത്. കേട്ടവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നുവരെയും ഒരു പ്രവാചകനെ ഇങ്ങനെ കൊന്നു കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? തീയിലേക്ക് എടുത്തിടാൻ ശ്രമിച്ചിട്ടുണ്ട്. ശദ്രക് മേശക് അബേദ്നേഗോ ജീവനോടെ അന്തസ്സായിട്ട് പുറത്തു വന്നു. ഹല്ലേലൂയ. സിംഹക്കൂട്ടിലിടാൻ ശ്രമിച്ചു, നടന്നില്ല. പക്ഷെ ഇതാ ഇവിടെ ദൈവത്തിന്റെ പുത്രനെ തന്നെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മരണത്തിലേക്ക് തന്നെത്താൻ വിട്ടുകൊടുക്കുകയാണെന്ന് പിശാച് തെറ്റിദ്ധരിച്ചു. ഹല്ലേലൂയ, ആമേൻ. ദൈവം അത് തടഞ്ഞില്ല. പകരം എന്താ ചെയ്തത്? ദൈവം അതിനെ മനുഷ്യരാശിക്ക് ഗുണമുള്ളതാക്കി തീർക്കുകയാണ്. ഹല്ലേലൂയ, ജീസസ് നെയിം. വെളിപ്പാട് പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാക്കുന്ന വാക്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ പുസ്തകം തുറക്കുവാനും ഈ മുദ്രകളെ പൊട്ടിക്കുവാനും ആര് യോഗ്യൻ? ഹല്ലേലൂയ. പുസ്തകം തുറക്കുവാനും മുദ്രകളെ പൊട്ടിക്കുവാനും തക്കവിധം കുഞ്ഞാട്. ഹല്ലേലൂയ. ദാവീദിന്റെ വേരായവൻ, യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മതി. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ അത് എഴുതിയിരിക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? പിശാചു വിചാരിച്ചത് താൻ ദൈവപുത്രനെ കൊല്ലുകയാണെന്ന്. ഹല്ലേലൂയ. പിശാച് വിചാരിച്ചത്, ലോകത്തിന്റെ അന്ധകാര മണ്ഡലങ്ങൾ വിചാരിച്ചത്, കൊള്ളാം, അവസാനമായിട്ട് താൻ വെട്ടി, പിശാച് സ്വർഗത്തിൽ നിന്ന് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ പിശാചിന്റെ യഥാർത്ഥ രൂപത്തെ വരച്ചു കാണിച്ച, താൻ തോറ്റവനാണെന്ന് വിളിച്ചു പറഞ്ഞ ദൈവത്തിന്റെ ഒരേ ഒരു പ്രവാചകനെ, ദൈവത്തിന്റെ ഒരേ ഒരു പുത്രനെ ഇതാ ഞാൻ കൊല്ലുന്നു, അവനെയും ഇതാ ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന പിശാച് വിചാരിച്ചത്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ വേറെ ആയിരുന്നു. പിശാച് വിചാരിച്ചത് പിശാച് ജയിച്ചെന്ന ഏതു നിമിഷം വരെ? ഹല്ലേലൂയ. സൂര്യനും ചന്ദ്രനും കണ്ണടയ്ക്കുന്ന നിമിഷം വരെ. ഹല്ലേലൂയ. ദൈവാലയത്തിന്റെ തിരശീല മേൽ തൊട്ടടി വരെ 2ആയി കീറിപ്പോകുന്ന നിമിഷം വരെ.
ഹല്ലേലൂയ. പിശാച് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിയാം. പിശാച് ഒരു പക്ഷേ യേശു കർത്താവിനെ ഭൂമിയിൽ താൻ വയസ്സായി മരിക്കാൻ വരെ അനുവദിക്കുമായിരുന്നു. ഈ മരണം ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? യേശു കർത്താവ് ഏറ്റവും താഴ്മയുള്ളവനായി, ഏറ്റവും അനുസരണമുള്ളവനായി തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് അന്ധകാര മണ്ഡലങ്ങൾ ഉടയുവാൻ കാരണമായി തീരുകയാണ്. ജീസസ് നെയിം. ഹല്ലേലൂയ. ഇന്നിവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അറ്റ് ദ മൊമെന്റ് ചില കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത് വലിയ തോൽവിയാ, അയ്യോ ഇത് വലിയ ദോഷമാ, അയ്യോ ഇത് വലിയ പ്രശ്നമാ, ഇതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു പ്രശ്നത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുമായിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന് ഒരു മറുപുറമുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഇതിന് ഒരു മറു സൈഡുണ്ട്. ഹല്ലേലൂയ. ഇതിനൊരു മറുപുറമുണ്ട്. നീ കാണുന്നത് ഇന്ന് ഒരു സൈഡാ. ഇത് കാണുമ്പോൾ ഏറ്റവും വലിയ ദോഷമായിട്ട്, ഏറ്റവും വലിയ അപകടമായിട്ട് നിനക്ക് തോന്നുമായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന് പറയാൻ ഒരു കാര്യമുണ്ട്. ഇത് എത്ര വലിയ അപകടമാണെന്ന് നീ വിചാരിച്ചാലും അതിനേക്കാൾ വലിയ ഗുണമാക്കി ഇതിനെ മാറ്റുവാൻ എനിക്കിന്ന് സാധിക്കും. ഹല്ലേലൂയ. കരമുയർത്തി യേശുവിന് ആരാധന കൊടുത്ത. ഹല്ലേലൂയ. ജീസസ് നെയിം. നോക്കിയേ, നമുക്ക് യോസെഫിന്റെ ലൈഫിനെ പറ്റി കുറച്ചൊന്ന് പഠിക്കാം. മുമ്പ് പലതവണ സംസാരിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഒത്തിരി കാര്യങ്ങളല്ല, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. യോസെഫിനെ പറ്റി പഠിക്കുമ്പോൾ യോസെഫിന്റെ 17ാമത്തെ വയസ്സിലാണ് ഈ കഥകൾ ആരംഭിക്കുന്നത്, അല്ലേ? യോസെഫിനെ പറ്റി പറയുമ്പോൾ യാക്കോബിന്റെ പുത്രന്മാരിൽ യാക്കോബ് ഏറ്റവും സ്നേഹിച്ചത് യോസെഫിനായിരുന്നു. ഹല്ലേലൂയ. യോസെഫിന്റെ ബാക്കി പുത്രന്മാരെല്ലാം അധ്വാനിക്കാൻ പോകുമ്പോൾ നമ്മുടെ യോസഫ് മാത്രം വളരെ ഹാപ്പി ആയിട്ട്, നിങ്ങളല്ല 17ാമത്തെ വയസ്സിൽ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകണ്ട, ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കാം, ആവശ്യത്തിന് ഭക്ഷണം എന്ത് ചോദിച്ചാലും അപ്പം മേടിച്ചു തരും. വീട്ടിലെ ഈ ചെല്ലപ്പിള്ള എന്നൊക്കെ പറയത്തില്ലേ, അതായിരുന്നു നമ്മുടെ യോസഫ്. എന്നാൽ യോസഫിന് മാത്രമായിട്ട് അപ്പനൊരു അങ്കിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു നിലയങ്കിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യോസഫിന്റെ ഹോബി എന്താ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, രാവിലെ എഴുന്നേൽക്കുക, ഫ്രഷ് ആയിട്ട് വരിക, നിലയങ്കിയൊക്കെ എടുത്തിടുക, രാവിലെ രാവിലെ എഴുന്നേറ്റ് അധ്വാനിക്കാൻ സഹോദരന്മാരൊക്കെ പോകുമ്പോൾ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്തു വിടുക, വീട്ടിൽ അപ്പൻ്റെ അടുത്ത് ചെന്നിരിക്കുക, കാര്യമൊക്കെ പറയുക. അപ്പം പണ്ട് റാഹേലിനെ നേടിയ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, പണ്ട് അധ്വാനിച്ച കഥയൊക്കെ പറയും, പണ്ട് ദൈവം പണ്ട് കോവണി ഇങ്ങനെ ഇരുന്നതും ദൂതന്മാർ കയറിയതും ഇറങ്ങിയതൊക്കെ കഥയൊക്കെ പറയും. നമ്മുടെ യോസഫിന് ഭയങ്കര വിശ്വാസം വളർത്തിയെടുത്തിട്ടുണ്ട് യാക്കോബ്. പക്ഷെ ഒരു പ്രശ്നം, യോസഫ് അവിടുത്തെ ചെല്ല പിള്ളയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യോസഫ് അധ്വാനിക്കാൻ പോകുന്നില്ല, യോസഫ് അവിടെ പണിയെടുക്കാൻ പോകുന്നില്ല. യോസഫ് യാക്കോബിന്റെ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞായിട്ട്, ഏറ്റവും ഇളയ കുഞ്ഞായിട്ട്, തനിക്ക് വാർദ്ധക്യത്തിലുണ്ടായ മകനായിട്ട് അപ്പം കൊടുത്ത നിലയെങ്കിയൊക്കെ എന്ന് രാവിലെ ഇട്ട് വളരെ ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലിരിക്കും. അപ്പോൾ നമ്മുടെ അപ്പം പറയും, നീ ഒരു കാര്യം പോയി സഹോദരന്മാരൊക്കെ അധ്വാനിക്കുന്നുണ്ടോ എന്നൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് വാ, അവർ കറക്റ്റായിട്ടാണോ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് നീ പോയിട്ട് വാ, പോയി നോക്കിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പൻ യോസഫിനെ പറഞ്ഞു വിടും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. യാക്കോബ് പലപ്പോഴും യോസഫിനെ അയക്കുന്നുണ്ട് തൻ്റെ മറ്റു പുത്രന്മാരെ പറ്റി അന്വേഷിച്ചിട്ട് വരാൻ. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞാൽ ലിറ്ററലി ഹി വാസ് സ്പൈയിങ് ഓൺ ഹിസ് ബ്രദേഴ്സ്. തൻ്റെ മൂത്ത സഹോദരന്മാർ അധ്വാനിക്കാൻ പോകുന്ന, പണിയെടുക്കാൻ പോകുന്ന ഈ മൂത്ത സഹോദരന്മാർ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് സ്നേഹപൂർവ്വം അപ്പനോട് വന്ന് പതിയെ പതിയെ പറഞ്ഞു കൊടുക്കുന്ന വളരെ സ്നേഹമുള്ളൊരു പയ്യനായിരുന്നു നമ്മുടെ യോസഫ്. സത്യം പറഞ്ഞാൽ വെറും 17 വയസ്സേ ഉള്ളൂ. എന്താ പറയണ്ടേ, തൻ്റെ ചെറിയ പ്രായം അല്ലേ, തൻ്റെ ചെറിയ പ്രായത്തിൽ ബാക്കി സഹോദരന്മാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കാതെ വീട്ടിൽ തൻ്റെ അപ്പൻ്റെ സ്നേഹവാത്സല്യത്തിൻ്റെ തണലിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ യോസഫ് ഒരു സ്വപ്നം കണ്ടത്. ഹല്ലേലൂയ. യോസഫ് എന്താ കണ്ടത്? യോസഫ് ആദ്യത്തെ സ്വപ്നം കണ്ടത് എന്താ? കറ്റ. അപ്പൻ എല്ലാവരും കുടുംബമായിട്ട് അവർ ഒരുമിച്ച് നിന്ന് കറ്റ വെട്ടുന്നു. എന്ത് ചെയ്തു? യോസഫിന്റെ കറ്റയെ തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും കറ്റയെല്ലാം എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമസ്കരിക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും ഒരു സ്വപ്നം കാണുന്നു. സൂര്യനും ചന്ദ്രനും ബാക്കി നക്ഷത്രങ്ങളും വന്ന് തന്നെ നമസ്കരിക്കുന്നു. ഈ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കി സഹോദരന്മാർക്ക് ഓൾറെഡി ദേഷ്യമാണ്. കാരണം ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുന്ന നമ്മുടെ യോസഫിന് മാത്രം നിലയെങ്കിൽ, തന്നോട് മാത്രം സ്നേഹം, എന്നിട്ട് നോക്കിയേ തൻ്റെ ദുശ്രുതി വന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പുറത്തുകൂടെ ഈ സ്വപ്നം കൂടെ ആയപ്പോൾ സഹോദരന്മാർക്ക് വല്ലാത്ത ദേഷ്യമായി. ഹല്ലേലൂയ. സഹോദരന്മാര് അങ്ങനെ വീണ്ടും ഒരു ദിവസം നമ്മുടെ യോസഫ് സഹോദരന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ദൂരത്ത് നിന്ന് നോക്കിയിട്ട് കാണുക യോസഫ് വരുന്നുണ്ട്. അപ്പൊ തന്നെ അവർ പ്ലാൻ ചെയ്തു. ഹല്ലേലൂയ. അപ്പൊ തന്നെ അവർ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, അവൻ വരുന്നുണ്ട്, അവനങ്ങ് കൊന്നു കളഞ്ഞാലോ? നോ, സഹോദരനെ കൊന്നൊന്നും കളയണ്ട, നമുക്ക് പൊട്ടക്കുഴിയിൽ തള്ളിയിട്ടാലോ? ശരി, പൊട്ടക്കുഴിയിൽ ഇട്ടിട്ട് അവരെന്ത് ചെയ്തു?
ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു. അവൻ്റെ നിലയങ്കി, ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ട നിലയങ്കി എടുത്തു കീറി അതിനെ രക്തത്തിൽ മുക്കി യാക്കോബിന് കൊണ്ടിട്ട് കൊടുത്തു. തൃപ്തിയായല്ലോ, ഞങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാൻ വിട്ടതല്ലേ, തൃപ്തിയായല്ലോ, കണ്ടേ, കൊന്നു കളഞ്ഞു. ഒരു ദുഷ്ടമൃഗം നിന്റെ പ്രിയപുത്രനെ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. യാക്കോബ് തന്റെ പുത്രനെ പറ്റി വിലപിക്കുന്നുണ്ട്. അതിനുശേഷം യോസഫിന്റെ ലൈഫിൽ എന്താ സംഭവിച്ചത്? യോസഫിനെ അന്ന് കച്ചവടക്കാർ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? കച്ചവടക്കാര് അവനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, കച്ചവടക്കാർക്ക് വിൽക്കുന്നുണ്ട്. 20 വെള്ളിക്കാശിന് വിറ്റെന്നാ പറയുന്നത്. ഹല്ലേലൂയ. 20 വെള്ളിക്കാശിന് യോസഫിന്റെ ഡെസ്റ്റിനി അവിടെ മാറുക. 20 വെള്ളിക്കാശിന് വിറ്റു. അന്ന് യോസഫ് എത്തുന്നത് പോത്തിഫറിന്റെ വീട്ടിലാണ്. ഹല്ലേലൂയ. ഇനിയാണ് ദൈവം യോസഫിന്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതുവരെ യോസഫിന്റെ മേൽ വലിയൊരു അസൂയയുടെ മണ്ഡലം ഉണ്ടായിരുന്നു. യോസഫിനോട് എതിർപ്പുള്ളവരുണ്ടായിരുന്നു, സഹോദരന്മാര് ദോഷം പ്രവർത്തിച്ചു. ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ട് നിൽക്കുക. ഇതിലെ ഒരിടത്തും ദൈവത്തിന്റെ ഒരു ദൈവം ഇന്റർഫിയർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നേ ഇല്ല. ഹല്ലേലൂയ. നോക്കി, ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനോട് കൊല്ലാൻ നോക്കിയപ്പോ, പൊട്ടക്കുഴിയിലിട്ട് കളഞ്ഞപ്പോ, നിലയെങ്കി കീറി കളഞ്ഞപ്പോ, നിങ്ങൾ ആലോചിക്കണം, ഒരു ടീനേജറാ, 17-18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനോട് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിലുള്ള ഈ പയ്യൻ പോത്തിഫറിന്റെ വീട്ടിലേക്ക് പോവുക. അവിടെ അവൻ എത്തുന്നത് അടിമയായിട്ടാ, പക്ഷെ അവിടെ അവൻ തുടരുന്നത് യജമാനനായിട്ടാ. ഹല്ലേലൂയ. അവൻ അവിടെ എത്തുന്നത് അടിമയായിട്ടാ. ആ അധ്യായം മുതലാണ്, പോത്തിഫറിന്റെ വീട്ടിൽ യോസഫ് എത്തുന്നത് മുതലാണ് യോസഫിന്റെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിച്ചു തുടങ്ങുന്നത്. ഹല്ലേലൂയ. നോക്കിയ, അന്ന് വരെ യോസഫ് തന്റെ കംഫർട്ട് സോണിലായിരിക്കുന്നത്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടണമെങ്കിലും അത് പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിലും ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങണം. ഹല്ലേലൂയ. അപ്പന്റെ വീട്ടിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന യോസഫിന് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ആവശ്യമില്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചോദിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പക്ഷെ എപ്പോഴാണോ യോസഫ് ഒറ്റയ്ക്കായത്, എപ്പോഴാണോ യോസഫിന് ദൈവത്തിന്റെ ആവശ്യം യോസഫ് അനുഭവിക്കാൻ തുടങ്ങിയത്, ആ സമയം മുതൽ എനിക്ക് ഉറപ്പാ യോസഫിന്റെ ഹൃദയം ദൈവത്തോട് നിലവിളിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. ഹല്ലേലൂയ. പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് ദൈവത്തിന്റെ സാന്നിധ്യം യോസഫിനെ ഭയങ്കരമായിട്ട് നിയന്ത്രിക്കാൻ തുടങ്ങുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അധ്യായങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, 2:39 2-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസഫ് അവനെ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിലേൽപ്പിച്ചു. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. വാവ്, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, സകലത്തിന്മേലും, വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിന്റെ കയ്യിലേൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ. പോത്തിഫറിന്റെ വീട്ടിൽ യോസഫിനെ ദൈവം ആക്കി വെച്ച സ്ഥാനത്തെ പറ്റിയാ പറയുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പോത്തിഫറിന് മനസ്സിലായി യോസഫിന്റെ ഒപ്പം ദൈവം ഉണ്ടെന്ന്. ഹല്ലേലൂയ. പോത്തിഫർ അറിയുക, പോത്തിഫറിന്റെ ഹൃദയത്തിൽ ദൈവം തന്നെ കാണിച്ചു കൊടുക്കുകയാ. കണ്ണു തുറന്ന് കാണുക, ഇവനുള്ളിടത്തെല്ലാം നീ അനുഗ്രഹിക്കപ്പെടും. പോത്തിഫറിന്റെ വീട്ടിൽ യോസഫ് വന്നത് കാരണം പോത്തിഫറിനുള്ളതെല്ലാം അനുഗ്രഹിക്കപ്പെടുകയാ. ഹല്ലേലൂയ. യോസഫ് കൈവച്ചതിലെല്ലാം പോത്തിഫറിനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുക, കർത്താവേ, കമോൺ, ഇറ്റ്സ് എ ബാഡ് ടൈമിംഗ് അല്ലേ? ഇപ്പോഴാണോ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടേണ്ടത്? എന്തായാലും യോസഫ് ഒരു കൊച്ചു പയ്യനാ, അവൻ അടിമയായിട്ട് ഒരു ദേശത്തിലെത്തിയപ്പോഴാണോ കർത്താവേ നീ വെളിപ്പെട്ട് തുടങ്ങേണ്ടത്? കമോൺ, കുറച്ചുകൂടെ നേരത്തെ. ഇപ്പൊ പോത്തിഫർ കണ്ടത് ഒരു പക്ഷേ അവന്റെ സഹോദരന്മാര് കണ്ടിരുന്നെങ്കിൽ. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുക? ദൈവമേ, അല്പം കൂടെ, ഇതൊരു ബാഡ് ടൈമിംഗ്, കുറച്ചുകൂടെ മുന്നേ നീ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഇതിങ്ങനെ അല്ലല്ലോ അപ്പ, കുറച്ചുകൂടെ പ്ലീസ് കമോൺ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെയാ എനിക്ക് വായിച്ചു വന്നപ്പോൾ തോന്നിയത്. കാരണം എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാ യോസഫിന്റെ പ്രസൻസിനെ ദൈവം മാനിച്ചത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? യോസഫിന്റെ പ്രസൻസ് ഒരു അന്യ ദേശത്തെ അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പ്രസൻസ് ഒരു അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. യോസഫ് അവിടെ പോയിട്ട് വലിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്തത്, അവൻ അവിടെ അടിമ തന്നെയാ. ഹല്ലേലൂയ. അവൻ അടിമപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഇടത്ത് നിന്ന പോത്തിഫറിന് മനസ്സിലായത്, ഈ അടിമ എന്റെ വീട്ടിൽ വന്നപ്പോഴാണ്
പറയുമ്പോഴാണ് എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടതെന്ന്. ഹല്ലേലൂയ. നിന്റെ സ്റ്റാറ്റസ് അല്ല, നിന്റെ റെസിഗ്നേഷൻ അല്ല വിഷയം, നിന്റെ കൂടെയുള്ള ദൈവമാ വിഷയം. ഹല്ലേലൂയ. നിന്റെ പ്രസൻസ് നീ ഇരിക്കുന്ന ഇടത്തെ അനുഗ്രഹമാക്കും. ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഇറക്കും. ഹല്ലേലൂയ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് യോസഫിനെ അനുഗ്രഹിച്ചിരിക്കുന്നത്. എൻ്റെ ഡൗട്ട് അതല്ല, കർത്താവേ വേർ യു, ഇപ്പോഴാണോ നീ അനുഗ്രഹിക്കേണ്ടത്? അവൻ അടിമയായിട്ട് വിൽക്കപ്പെട്ടു, വെറും 20 കാശിന് വിൽക്കപ്പെട്ടു, അന്യദേശത്ത് വന്ന് അടിമയായി പാർക്കുന്നു. ഇതുവരെ എവിടെയായിരുന്നു? നോ കർത്താവേ, കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നില്ലേ? കം ഓൺ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോസഫിന് പ്രൊമോഷൻ കിട്ടിയത്. എങ്ങോട്ടേക്ക്? കാരാഗ്രഹത്തിലേക്ക്. ഹല്ലേലൂയ. യോസഫ് വിചാരിച്ചു, വാവ്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ദൈവം എന്നെ നടത്തുന്നത്, ഇനി എനിക്ക് പതിയെ തിരിച്ചെൻ്റെ ദേശത്തിലേക്ക് പോകാമായിരിക്കും, കർത്താവ് അനുഗ്രഹിക്കുകയല്ലേ എന്നൊക്കെ യോസഫ് വിചാരിച്ചു കൊണ്ടിരുന്ന സമയത്താ നോക്കിയ നേരെ ചെന്ന് കാരാഗ്രഹത്തിലേക്കാണ് യോസഫ് വീഴുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുക, കർത്താവ് വൈ? ഹല്ലേലൂയ. എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കർത്താവേ? നിങ്ങൾ നോക്കിയേ, ഈ യോസഫ് കണ്ട സ്വപ്നത്തെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. യോസഫ് എന്ത് സ്വപ്നമാണ് കണ്ടത്? യോസഫ് കണ്ടത് തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരന്മാരുടെയും കറ്റകൾ എഴുന്നേറ്റ് യോസഫിനെ നമസ്കരിക്കുന്നു. അടുത്ത സ്വപ്നം എന്താ? സൂര്യനും ചന്ദ്രനും മറക്കരുത് ഈ വാക്ക്, 11 നക്ഷത്രങ്ങൾ. നിങ്ങൾ പറ, യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു? ഹല്ലേലൂയ. 12 മക്കളാ യാക്കോബിന്. ഹല്ലേലൂയ. നമസ്കരിച്ച നക്ഷത്രങ്ങൾ 11, സൂര്യനും ചന്ദ്രനും പോയിട്ട് 11 എന്ന് വെച്ചാൽ അപ്പനും അമ്മയും 11 സഹോദരന്മാരും തന്നെ നമസ്കരിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു യോസഫ് കണ്ടത്. ഹല്ലേലൂയ. തന്റെ ചെറിയ പ്രായത്തില് ടീനേജറിന് ആ ഏജില് യോസഫ് അത് മറച്ചു വെച്ചില്ല, തന്റെ സഹോദരന്മാരോട് അത് വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം, തന്റെ 11 സഹോദരന്മാരെയും അപ്പനെ അമ്മയും മാത്രമല്ലാതെ വേറെ ആരും ആ സ്വപ്നത്തിലില്ല. ഹല്ലേലൂയ. ദേശത്തിലെ രാജാവുണ്ടോ അവിടെ? നിങ്ങൾ മിണ്ടിക്കേ. ലോക രാജ്യങ്ങളുണ്ടോ അതില്? മിണ്ടിക്കേ. ദേശങ്ങളുണ്ടോ അതില്? മറ്റ് രാജാക്കന്മാരുണ്ടോ അതില്? വേറെ ആരുമില്ല. ദൈവം ഒരു പക്ഷെ ഉദ്ദേശിച്ചത് യോസഫിനെ ആ കുടുംബത്തിൽ ഉയർത്തണമെന്നായിരുന്നിരിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം ഇസ്ഹാക്കിലെത്തിയതുപോലെ, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലെത്തിയതുപോലെ, യാക്കോബിൽ നിന്ന് യോസഫിലേക്ക് എത്തണം എന്ന് മാത്രമേ ഒരു പക്ഷെ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടാകത്തുള്ളൂ. സ്വപ്നത്തിലെ ആകപ്പാടെയുള്ള ക്യാരക്ടേഴ്സ് വെറും 13 പേരാ. ഹല്ലേലൂയ. അതിനകത്ത് രാജാക്കന്മാരില്ല, ദേശങ്ങളില്ല, രാജാധിപതികളില്ല. പക്ഷേ എപ്പോഴാണോ സഹോദരന്മാർ 20 വെള്ളിക്കാശിന് യോസഫിനെ വിറ്റത്, അന്ന് ദൈവം he decided to take this game to a next level. അന്ന് ദൈവം തീരുമാനിച്ചു, ഈ ഗെയിമിന് ഞാനാ കളിക്കാൻ പോകുന്നത്. മനസ്സിലായി? ദൈവം കാണിച്ച ദർശനത്തിൽ 13 പേരേ ഉള്ളൂ. പക്ഷെ ഏത് നിമിഷമാണോ സഹോദരന്മാർ ഇവനെ വിൽക്കാൻ തീരുമാനിച്ചത്, ഏത് നിമിഷമാണോ 20 വെള്ളിക്കാശിന് യോസഫ് കൈമാറ്റം ചെയ്യപ്പെട്ടത്, അന്ന് ദൈവം പറഞ്ഞു, എടാ കുഞ്ഞെ, നിന്റെ സ്വപ്നം അവിടെ നിൽക്കട്ടെ, ആ സ്വപ്നം ഞാൻ തിരുത്താൻ പോവുകയാ. നീ കണ്ട സ്വപ്നമല്ല, അതിനപ്പുറത്തേക്കാ നീ ഇനി കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഒരു കുടുംബത്തെ നയിക്കാൻ, ഒരു കുടുംബത്തിനകത്ത് കാര്യങ്ങളെ നടത്താൻ നിനക്ക് പോത്തിഫറിന്റെ വീടിനകത്ത് നീ ജീവിച്ചതുപോലെ മതിയാകും. നീ നല്ലവനാ, നിനക്ക് വിവരമുണ്ട്, നിനക്ക് ജ്ഞാനമുണ്ട്, ദൈവഭക്തിയുണ്ട്, നിനക്ക് നീ പോകുന്നിടത്തെല്ലാം ദൈവ സാന്നിധ്യം നിന്നെ പിന്തുടരും. പക്ഷേ നീ ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആകാൻ പോകുന്ന കാര്യം നിനക്കറിയോ? ഹല്ലേലൂയ. അതിന് ഇതുപോരാ. ജീസസ് നെയിം. ഈജിപ്റ്റ് പോലൊരു വലിയ രാജ്യത്തിന്റെ രാജാവ് പോലും നിന്റെ മുമ്പിൽ വന്ന് അഡ്വൈസ് ചോദിക്കാൻ തൊഴുതു നിൽക്കുന്ന ഒരു ദിവസം നിന്റെ 30ാമത്തെ വയസ്സിൽ നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് നീ പോത്തിഫറിന്റെ വീട്ടിലിരുന്നുള്ള ട്രെയിനിങ് നിനക്ക് പോരാ, കാരാഗ്രഹത്തിലേക്ക് പോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? യോസഫിനെ പറ്റി പലരും ഇങ്ങനെ പ്രസംഗിച്ചിട്ടും ഒരുപക്ഷെ ഞാനും ഒക്കെ വിചാരിച്ചിട്ടുണ്ട്, ലേറ്റ് ആയി പോയല്ലോ കർത്താവേ. 17ാമത്തെ വയസ്സിലാ ഇവൻ ദർശനം കണ്ടത്, 30ാമത്തെ വയസ്സിലാ ഇത് നിവർത്തിയായത്. സോ ലേറ്റ്, വൈകിപ്പോയി ദർശനം എന്നൊക്കെ പ്രസംഗിക്കുന്നതും ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, സീരിയസ്ലി. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, വാഗ്ദത്ത നിവർത്തി വൈകത്തില്ല. ഹല്ലേലൂയ. വൈകാൻ അവൻ ദൈവമാ, മനുഷ്യനല്ല. ഹല്ലേലൂയ. വാഗ്ദത്തം വൈകത്തില്ല, വാഗ്ദത്തത്തിന്റെ വലുപ്പം കൂടിയതാ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. 17ാമത്തെ വയസ്സില് ദൈവം കാണിച്ച വാഗ്ദത്തം അല്ല 30ാമത്തെ വയസ്സിൽ
കേസിൽ യോസഫ് നേടിയത്. ഹല്ലേലൂയ. അവന്റെ മേൽ അസൂയ വെളിപ്പെട്ടപ്പോൾ, ദോഷം അവന്റെ മേൽ നിരൂപിച്ചപ്പോൾ ദൈവം തന്റെ പ്ലാൻ ഒന്ന് മാറ്റി. റിവെഞ്ച് ദൈവം കയ്യിലെടുത്തു. ദൈവം യോസഫിനെ ഉയർത്താൻ തീരുമാനിച്ചു. നീ കണ്ട 2 സ്വപ്നം അവിടെ നിൽക്കട്ടെ, അതുമായിട്ട് ബന്ധമില്ലാത്തൊരു ഉയർച്ച ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തം വൈകിയതല്ല, വാഗ്ദത്തം വലുതായതാ. കേട്ടവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തം വൈകിയതല്ല, വാഗ്ദത്തം വലുതായതാ. ജീസസ് നെയിം. ഓ ജീസസ് നെയിം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പോത്തിഫറിന്റെ വീട്ടിൽ നിന്നിട്ട് യോസഫ് കൈ തഴക്കം പ്രാപിച്ചു. അവന് മിടുക്കനായി ഒരു കുടുംബത്തെ, ഒരു വീടിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യസ്ഥനായിട്ട് മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകണം എന്നവന് മനസ്സിലായി. വീട്ടിലെയും വയലിലെയും കാര്യങ്ങൾ നടത്താൻ അവന് മനസ്സിലായി. ഒരു കുടുംബത്തിനകത്ത് അധ്വാനം, ഫിനാൻസ്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ യോസഫ് പഠിച്ചു, റെഡിയായി. അപ്പൊ ദൈവം പറഞ്ഞു, ഇനി ഇതുപോരാ, കാരാഗ്രഹത്തിലേക്ക് വെക്കോ. അവിടെ നിനക്ക് ഞാനൊരു കാരാഗ്രഹ പ്രമാണിയെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പോത്തിഫറിന്റെ വീട്ടിൽ യോസഫ് വന്നപ്പോ പോത്തിഫർ യോസഫിനെ പറ്റി പറഞ്ഞ അതേ കാര്യങ്ങൾ കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിൽ വെച്ച് യോസഫിനോട് പറയുകയാ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, കാരാഗ്രഹ പ്രമാണി കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന സകല ക്യാപ്റ്റീവ്സിനെയും യോസഫിന്റെ കയ്യിൽ കൊടുക്കുകയാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അവിടെ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. യോസഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്ക വിധം അവന് കൃപ നൽകി. 22-ാം വാക്യം. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ഓ ജീസസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കാരണം പോത്തിഫറിന്റെ വീട്ടിലിരിക്കുമ്പോ യോസഫിന് ഒരു വീട്, അത് യോസഫിന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അത് റെഡിയായി. ഇനി അടുത്ത് ദൈവത്തിന്റെ വാഗ്ദത്തം വലുതാ. ഇനി പോത്തിഫറിന്റെ വീട്ടിലെ ട്രെയിനിങ് പോരാ, ഇനി നീ കാരാഗ്രഹത്തിൽ പോണം. ഈജിപ്റ്റ് പോലുള്ള ഒരു വലിയ രാജ്യത്തിന്റെ, ആ രാജ്യത്തിലെ മുഴുവൻ ബദ്ധന്മാരും കിടക്കുന്ന ഒരു കാരാഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഇനി നീ അവിടെ പൊക്കോ. ഹല്ലേലൂയ. കുറച്ചു നാള് നീ അവിടെ ഒരു ബദ്ധനായിട്ടായിരിക്കും ജീവിക്കാൻ പോകുന്നത്, പക്ഷേ നീ അവിടെയും ഭരിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. അവിടെയും നീ കാര്യങ്ങളെ നോക്കി നടത്താൻ പോവുകയാ. നോക്കിയേ, ഒരു കാരാഗ്രഹ പ്രമാണി, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു കാരാഗ്രഹ പ്രമാണി ആ കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും മറ്റൊരു ബദ്ധനെ ഏൽപ്പിക്കണമെങ്കിൽ അവൻ എത്ര വലിയ വിശ്വസ്തനായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കണം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിലെ ഒരു വ്യക്തി കാരാഗ്രഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ കാരാഗ്രഹ പ്രമാണി മരിക്കേണ്ടി വരും. ഹല്ലേലൂയ. എന്നിട്ടും കള്ളനെ താൽക്കോലേൽപ്പിക്കുന്നത് പോലെ യോസഫിന്റെ കയ്യിൽ തന്റെ കൂടെയുള്ള എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് കാരാഗ്രഹ പ്രമാണി സുഖമായിട്ടിരിക്കുകയാ. വചനം വ്യക്തമായിട്ട് പറയുന്നു, അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. കാരണം ഉറപ്പാ, യോസഫ് ഉള്ളടുത്ത് എല്ലാം പെർഫെക്റ്റാ. ജീസസ് നെയിം. ഹല്ലേലൂയ. ഒരു പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു പോയി. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 11 വർഷം. ഹല്ലേലൂയ. 11 വർഷം ആവുക. 11ാമത്തെ വർഷത്തിലാണ് ഈ വിഷയം നടക്കുന്നത്. ഹല്ലേലൂയ. നോക്കി, എല്ലാം കാരാഗ്രഹ പ്രമാണി യോസഫിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു വെച്ചിരിക്കുക. ദൈവം അവിടെയും മാനിച്ച് തല ഉയർത്തി വെച്ചിരിക്കുകയാ യോസഫിന്റെ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോസഫിന്റെ കാരാഗ്രഹത്തിനകത്ത് 2 പേരെ പരിചയപ്പെടുന്നത്. ആരൊക്കെയാ അത്? പാനപാത്രവാഹകനും അപ്പക്കാരനും. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയത്തില്ലേ ആരൊക്കെയാ? പാനപാത്രവാഹകനും അപ്പക്കാരനും. ഇവർ 2 പേരും സ്വപ്നം കണ്ടു. കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അന്ന് അവർ 2 സ്വപ്നം കാണുകയാ. അവരുടെ സ്വപ്നത്തിൽ എന്ത് നമ്മുടെ യോസഫ് അവരുടെ സ്വപ്നം വിവരിച്ചു കൊടുത്തു, അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിലൊരാള് അപ്പക്കാരനെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പക്കാരൻ അതുപോലെ മരിച്ചു. പാനപാത്രവാഹകൻ 3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? തിരിച്ച് കൊട്ടാരത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് പറഞ്ഞു. അന്ന് 11ാമത്തെ വർഷമാണ്. ഹല്ലേലൂയ. 17ാമത്തെ വയസ്സ് കഴിഞ്ഞ് നമ്മുടെ യോസഫ് 10 വർഷത്തോളം ഇങ്ങനെ ഓടി നടക്കുകയാണ്. 11ാമത്തെ വർഷമായി ഈ വിഷയം നടക്കുന്നത്. പാനപാത്രവാഹകനോട് യോസഫ് പറഞ്ഞു വിട്ടു,
ഓക്കെ, 14 വാക്യം, 40:14 ഇങ്ങനെ പറയുന്നു: എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയവ് ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ എബ്രായരുടെ ദേശത്തു നിന്ന് കട്ടുകൊണ്ടുപോകുന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. ഡെസ്പറേറ്റ് യോസഫ്. ഹല്ലേലൂയ. 17 വയസ്സല്ല, ഇന്നവൻ 28 വയസ്സാ. ഹല്ലേലൂയ. 28 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനായി ഇന്ന് അപേക്ഷിക്കുന്നത്, ഞാൻ എബ്രായരുടെ ദേശത്തു നിന്നാണ് വന്നത്. എനിക്ക് എൻ്റെ ദേശത്തെ ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ദേശത്തെ ഓർത്ത് വിഷമിക്കുകയാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നീ ശുഭമായിരിക്കുമ്പോൾ ദയവ് ചെയ്ത് എന്നെ എൻ്റെ കാര്യമൊന്ന് ബോധിപ്പിക്കണം. എന്നെ ഇവിടെ നിന്ന് വിടുവിക്കണം. എനിക്ക് തിരിച്ചു പോകണം. എബ്രായരുടെ ദേശം എനിക്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ജീസസ് നെയിം. നോക്കിയേ, യോസഫ് പാനപാത്രവാഹകനോട് റിക്വസ്റ്റ് ചെയ്യുക. വിചാരിക്കുകയാ, സ്വപ്നമൊക്കെ കണ്ട യോസഫ് അന്ന് ദൈവത്തിന്റെ വലിയ ദൈവ നടത്തിപ്പുകൾ നമുക്കത് വായിക്കുമ്പോൾ പറയാൻ, പലപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്കത് വായിക്കുമ്പോൾ ഭയങ്കര ഈസിയാ. ഹല്ലേലൂയ. പക്ഷെ അത് അനുഭവിച്ചവർക്കേ അതിന്റെ വേദന അറിയുള്ളൂ. ഹല്ലേലൂയ. പറയാൻ ഭയങ്കര എളുപ്പമാ. യോസഫ് പോത്തിഫറിന്റെ വീട്ടിൽ ദൈവം എല്ലാം മനോഹരമായി നടത്തി എന്നൊക്കെ പറയുമ്പോൾ എളുപ്പമാ. ഏത് കണ്ണിലാണോ പോത്തിഫർ ഇവനോടൊപ്പം ദൈവമുണ്ടെന്ന് പറഞ്ഞത്, അതേ പോത്തിഫറ അവനെ തോളിന് പിടിച്ചു തൂക്കി കാരാഗ്രഹത്തിലിടുന്നത്. ഹല്ലേലൂയ. അവനുള്ളിടത്ത് ദൈവം വർദ്ധിപ്പിക്കും എന്ന് കണ്ട അതേ പോത്തിഫർ തന്നെയാ അവനെ എടുത്ത് കാരാഗ്രഹത്തിൽ ഇട്ട് കളയുന്നത്. ഹല്ലേലൂയ. പോത്തിഫറിന്റെ വീട്ടിൽ ദൈവം അവനെ മാനിച്ചു ഉയർത്തിയ സമയത്ത് കൊട്ടാരത്തിൽ നിന്ന് കുപ്പയിലേക്ക് എന്നതുപോലെ കാരാഗ്രഹത്തിലേക്ക് വളരെ മോശപ്പെട്ട ഒരു പേരിന് ഉടമസ്ഥനായിട്ട് അവൻ വീഴുന്നത്. ഹല്ലേലൂയ. പോത്തിഫറിന്റെ ഭാര്യയോട് ദോഷം ചെയ്തു എന്നുള്ള പേരിൽ. ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം അവനെ വിട്ടു പിരിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. പക്ഷേ 10-11 വർഷമായി യോസഫ് അപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ വിഷമിക്കുകയാണെന്ന് എനിക്കതിന്ന് മനസ്സിലായത്. കാരണം എപ്പോഴാണോ നമുക്കൊരു വിഷയത്തെ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. ഹല്ലേലൂയ. നമ്മൾ സജഷൻസ് പറയാൻ തുടങ്ങും. ഹലോ ദൈവമേ, അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും, നീ അങ്ങനെ ചെയ്തെങ്കിൽ എനിക്ക് ഇങ്ങനെ പറ്റുമായിരുന്നിരിക്കും എന്നൊക്കെ നമ്മൾ സജഷൻസ് പറയും. എപ്പോൾ നമ്മുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ. ഇവിടെ യോസഫ് പറയുകയാണ്, നീ ഒന്ന് പോയി ദയവ് ചെയ്ത് എൻ്റെ കാര്യം ഒന്ന് ബോധിപ്പിക്കുക. നീ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ എനിക്കിതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുക, പാനപാത്രവാഹകൻ കൊട്ടാരത്തിലേക്ക് പോയ ദിവസം മുതൽ യോസഫ് എണ്ണി ഇരുന്നിട്ടുണ്ടാവും. നിങ്ങളാണെങ്കിൽ വിചാരിക്കുമോ? നിങ്ങളാണെങ്കിൽ എന്ത് വിചാരിക്കും? നിങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്? ഇന്ന് പറയുമായിരിക്കും, നാളെ പറയുമായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും. ഇല്ലല്ലേ? നിങ്ങൾ കാരാഗ്രഹത്തിലാണെങ്കിലും അവിടെ നിങ്ങൾ വലിയ ആൾക്കാരായിട്ട് ജീവിക്കുമെന്നാണോ? മിണ്ടിക്കേ, നിങ്ങൾ വെയിറ്റ് ചെയ്യും അല്ലേ? പാനപാത്രവാഹകൻ തൻ്റെ നിങ്ങൾ വിചാരിച്ചു നോക്കിയ 2 വർഷമാ പാനപാത്രവാഹകൻ യോസഫിന്റെ കാര്യം മറന്നുപോയത്. ഒരിക്കലും അത് പാനപാത്രവാഹകനായിട്ട് മറന്നതല്ല, അത് ദൈവം മറപ്പിച്ചതാ. ഹല്ലേലൂയ. എങ്ങനെ ഒരു മനുഷ്യൻ മറക്കും? നിങ്ങളാണെങ്കിൽ മറക്കുവോ? ഏതാണെങ്കിൽ മറക്കുവോ? മറക്കത്തില്ല. പക്ഷേ പാനപാത്രവാഹകൻ മറന്നു, അല്ലെങ്കിൽ ദൈവം അവന്റെ ബുദ്ധിയെ മറച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അവനെ മറക്കുവാൻ ഇടയാക്കി ദൈവം. എനിക്കങ്ങനെയാ മനസ്സിലാകുന്നത്. അല്ലാതെ അവൻ മറക്കാനുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ല. നോക്കിക്കേ. പക്ഷേ യോസഫിന്റെ കാര്യം ആലോചിച്ചു നോക്ക്. യോസഫ് വിചാരിച്ചോ പാനപാത്രവാഹകൻ പറയും, അവൻ പറഞ്ഞ് അവനെന്നെ രക്ഷപ്പെടുത്തും, എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീറി നമ്മുടെ യോസഫ് ഇരുന്ന് 2 വർഷം കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ വിചാരിക്കുകയാ, വാഗ്ദത്ത നിവൃത്തിയുടെ 13 വർഷങ്ങൾ തീരുകയാണ്. ഹല്ലേലൂയ. വാഗ്ദത്ത നിവൃത്തിയുടെ 13ാമത്തെ വർഷം രാജാവ് സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയ. അന്ന് യോസഫ് അല്ല, ഇപ്പൊ സ്വപ്നം കണ്ടത് രാജാവാ. ഹല്ലേലൂയ. യോസഫിന് ഒരു ഐഡിയ ഇല്ല. യോസഫ് വിചാരിച്ചു കാണും, പോത്തിഫറിന്റെ വീട്ടിൽ വെച്ച് വിചാരിച്ചു കാണും, ഇതാ എൻ്റെ ജീവിതം, ഞാൻ ഇവിടെ അവസാനിക്കുമെന്ന്. കാരാഗ്രഹത്തിൽ വീണപ്പോൾ അവിടെ വെച്ച് വിചാരിച്ചു കാണും, കണ്ടോ ഇനി ഇവിടെ എൻ്റെ ജീവിതം. പാനപാത്രവാഹകൻ മറന്നപ്പോഴും വിചാരിച്ചു കാണും, തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന്. അവനൊന്ന് പറഞ്ഞെങ്കിൽ, അവനൊരു വാക്ക് പറഞ്ഞെങ്കിൽ എനിക്ക് എൻ്റെ ദേശത്തിലേക്ക് തിരിച്ചു പോകാമായിരുന്നു എന്ന് പറഞ്ഞ് യോസഫ് രാത്രികൾ കരഞ്ഞു തീർത്തിട്ടുണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ 13ാമത്തെ വർഷം രാജാവ് ഒരു സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. രാജാവ് കണ്ട സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഹല്ലേലൂയ. കറ്റകൾ, ഏറ്റവും നല്ല കറ്റയല്ല, കതിര്. ഹല്ലേലൂയ. നല്ല കൊഴുത്തിട്ടുള്ള പശുക്കൾ 7 വരുന്നതും പിന്നാലെ വന്ന് ശോഷിച്ച ഏറ്റവും ഭംഗിയില്ലാത്ത വിരൂപമായ ശോഷിച്ച പശുക്കൾ വന്ന് അതിനെ തിന്നുകളയുന്നതും. അതുപോലെ കതിര്, നല്ല ഭംഗിയുള്ള നല്ല കൊഴുത്തിട്ടുള്ള കതിരിനെ ഏറ്റവും വാടിപ്പോയ കതിരുകൾ വന്ന് തിന്നുകളയുന്നതും. അങ്ങനെയുള്ള സ്വപ്നം നമ്മുടെ രാജാവ് കാണുകയാണ്. കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോഴാണ് പാനപാത്രവാഹകന് ഓർമ്മ വന്നത് യോസഫിനെ. ഹല്ലേലൂയ. ജീസസ് നെയിം. യോസഫിനെ അവിടെ ഈ വാക്യം നോക്കിയേ,
41:14. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവനെ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഹല്ലേലൂയ. ഓ ജീസസ് നെയിം. ഞാൻ എക്സൈറ്റഡ് ആയത് പറയാൻ. നോക്കിയേ, അതുവരെ പാനപാത്രവാഹകൻ പറഞ്ഞ് തന്നെ വിടുവിക്കും എന്ന് ആഗ്രഹിച്ചിരുന്ന യോസഫിനെ നോക്കിയിട്ട് കൊട്ടാരത്തിൽ നിന്ന് ആള് വരികയാ. നീ അങ്ങനെ വെറുതെ പോകാൻ പാടില്ല, നീ രാജാവിന്റെ മുന്നിലേക്കാ പോകുന്നത്. നീ നല്ല വസ്ത്രം ധരിക്കണം, നീ ക്ഷൗരം ചെയ്യണം, നീ വൃത്തിയാകണം, വസ്ത്രം ധരിച്ച് വൃത്തിയായിട്ട് നീ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലണം. ഹല്ലേലൂയ. രാജകൊട്ടാരത്തിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അവിടെ ചെന്നിട്ട് യോസഫ് തന്റെ സ്വപ്നം വിവരിക്കുന്നുണ്ട്. സ്വപ്നം വിവരിച്ച് കഴിഞ്ഞിട്ട് യോസഫ് ഇപ്രകാരം അഡ്വൈസ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. 28 വയസ്സുള്ള ചെറുപ്പക്കാരനല്ല ഇന്ന് യോസഫിന് 30 വയസ്സാ. ഹല്ലേലൂയ. 17 വയസ്സുള്ള ഒരു ടീനേജറിൽ നിന്ന് ഒരു സ്വപ്നം വിളിച്ചു പറഞ്ഞപ്പോ തന്റെ സഹോദരന്മാരുടെ നടുവിൽ നിന്ന്, ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടത് കേട്ടോ, നാളെ നിങ്ങളൊക്കെ എന്നെ നമസ്കരിക്കാനുള്ളവനോ എന്ന് വിളിച്ചു പറഞ്ഞ 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനല്ല ഈ യോസഫ്. 30 വയസ്സുള്ള വിവേകിയായ ജ്ഞാനമുള്ളവനായ യോസഫ് രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവ് പറയുന്നു, നീ സ്വപ്നത്തെ വിവേചിക്കുന്നവനാണ് എന്ന് ഞാൻ കേട്ടു. അപ്പൊ യോസഫ് പറയും, ഞാനല്ല. ഹല്ലേലൂയ. യോസഫ് ആള് മാറി. അയ്യോ, 17 വയസ്സുള്ള ചെറുപ്പക്കാരനല്ല ഇന്ന് യോസഫ് അവിടെ പറയുന്നുണ്ട്. അതിന് യോസഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിന്റെ ഒന്നും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല, ഇതെല്ലാം ദൈവത്തിന്റെ കരമാ. ഹല്ലേലൂയ. ഞാനല്ല, ദൈവം ഉത്തരം നൽകും. അന്ന് യോസഫ് രാജാവിന്റെ സ്വപ്നങ്ങളെ വിവരിച്ചു പറഞ്ഞിട്ട് പിന്നെ പറയുന്ന കാര്യമുണ്ട്. 33-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ ഫറവോൻ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം. അതുകൂടാതെ ഫറവോൻ ദേശത്തിന്മേൽ വിചാരകന്മാരെ ആക്കി സുഭിക്ഷതയുള്ള 7 സംവത്സരത്തിൽ മിസ്രയീം ദേശത്തിലെ വിളവിൽ 5-1 വാങ്ങണം. ഈ വരുന്ന നല്ല സംവത്സരങ്ങളിലെ വിളവൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ ഫറവോന്റെ അധീനത്തിൽ ധാന്യം സൂക്ഷിച്ചു വെക്കണം. ആ ധാന്യം മിസ്രയീം ദേശത്ത് വരുവാൻ പോകുന്ന ക്ഷാമമുള്ള 7 സംവത്സരത്തേക്ക് ദേശത്തിന് സംഗ്രഹമായിട്ടിരിക്കണം. എന്നാൽ ദേശം ക്ഷാമം കൊണ്ട് നശിക്കുകയില്ല. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഹല്ലേലൂയ. സ്വപ്നം വിവരിക്കാൻ മാത്രമല്ല യോസഫ് അവിടെ ചെന്നത്, രാജാവിനെ അഡ്വൈസ് ചെയ്യുക അവിടെ യോസഫ്. ഹല്ലേലൂയ. രാജാവ് ഇന്റർഫിയർ ചെയ്യാതെ ഒരു കുട്ടിയെ പോലെ യോസഫ് പറയുന്നത് മൊത്തം കേട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. രാജാവ് കാരാഗ്രഹത്തിൽ ഒരു ബദ്ധന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ജീസസ് നെയിം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ പാനപാത്രവാഹകൻ എന്തുകൊണ്ടാണ് മറന്നുപോയതെന്ന്? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലേ? പാനപാത്രവാഹകനാണ് രാജാവിനോട് യോസഫിന്റെ കഥ പറയുന്നതെങ്കിൽ യോസഫ് ഒരു പക്ഷേ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരിക്കും. അവൻ എബ്രാഹിം ദേശത്തിലേക്ക് പോകുമായിരിക്കും. ക്ഷൗരം ചെയ്യാത്തവനായി, വൃത്തിയില്ലാത്തവനായി, വെറും ഒരു ബദ്ധനായിട്ട് തന്നെ, പോത്തിഫറിന്റെ ഭാര്യ അവന് വരുത്തിയ കളങ്കം ചുമന്നുകൊണ്ട് തന്നെ, ബദ്ധനായിട്ട് തന്നെ, ഒന്നുമില്ലാത്തവനായിട്ട്, വെറും കൈയോടെ, കുടുംബമില്ലാത്തവനായി അവൻ എങ്ങനെ ഇറങ്ങിയോ അതുപോലെ അവൻ നശിച്ചവനായി അവന്റെ ദേശത്തിലേക്ക് അവൻ തിരികെ പോകുമായിരുന്നു. പക്ഷെ എന്റെ ദൈവത്തിന്റെ പ്ലാൻ വേറെയാ. എന്റെ ദൈവത്തിന്റെ പ്ലാൻ ഒരു പാനപാത്രവാഹകൻ പറഞ്ഞിട്ടല്ല അവൻ അറിയേണ്ടതിന്. എന്റെ ദൈവത്തിനറിയാം രാജാവ് ഒരു സ്വപ്നം കാണുമെന്ന്. എന്റെ ദൈവം അവനെ വിളിച്ചത് അവൻ വെറും കൈയായിട്ട് എബ്രായ ദേശത്തിലേക്ക് മടങ്ങി പോകുവാനല്ല, അവൻ ഇരിക്കുന്ന ദേശത്തിൽ ഒരു പ്രൈം മിനിസ്റ്റർ ആകാനാ. ഈജിപ്റ്റ് എന്ന രാജ്യത്തെ ഒരു പ്രൈം മിനിസ്റ്റർ ആകാൻ അവന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുകയാ. ഹല്ലേലൂയ. അവൻ വെറും കൈയോടെ അവന്റെ ദേശത്തേക്ക് മടങ്ങി പോകാനല്ല അവന്റെ മേലുള്ള ദൈവത്തിന്റെ വിളി. അവൻ ഡയറക്റ്റ് രാജകൊട്ടാരത്തിലേക്ക് കയറാൻ പോകുന്നത്. 2 വർഷത്തിനകം അവന്റെ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കും. അന്ന് അവൻ ചെന്ന് കയറാൻ പോകുന്നത് 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടല്ല, 30 വയസ്സുള്ള ഒരു വിവേകിയായിട്ടാണ്. ഹല്ലേലൂയ. അവൻ രാജാവിന്റെ ഒരു അഡ്വൈസ് ചെയ്യുന്ന, എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അവൻ രാജാവിന് ഉപദേഷ്ടാവാകാൻ പോകുന്നവനാ. ഹല്ലേലൂയ. അവൻ ഈജിപ്ത് എന്ന ദേശത്തിന് പ്രൈം മിനിസ്റ്റർ ആകാൻ പോകുന്നവനാ. ഹല്ലേലൂയ. ആമേൻ. ഒന്നേ വിചാരിക്കും ഈ പാനപാത്രവാഹകൻ നിന്നെ രക്ഷിക്കുമെന്ന്.
ഹല്ലേലൂയ. പാനപാത്രവാഹകനിൽ നിന്ന് സഹായം വരാതാവുമ്പോ നീ വിചാരിക്കും അവൻ നിന്നെ മറന്നു കളഞ്ഞെന്ന്. ഹല്ലേലൂയ. നീ വിചാരിക്കും രക്ഷപ്പെടാനുള്ള അവസാന വഴിയും പോയെന്ന്. ഹല്ലേലൂയ. നീ വിചാരിക്കും ദൈവം നിന്നെ കളഞ്ഞെന്ന്, ഇതല്ലാതെ ഇനി വേറൊരു മാർഗമില്ലെന്ന്. പക്ഷെ നിനക്കറിയാമോ, നീ കാണുന്നത് ഒരു പുറം മാത്രമാ. ഹല്ലേലൂയ. നീ കാണുന്ന ഒരു സൈഡ് മാത്രമാ. ഒരു മറു സൈഡ് എന്റെ ദൈവം പണിതുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എന്റെ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മറുപുറമുണ്ട്. ഹല്ലേലൂയ. പാനപാത്രവാഹകൻ പറഞ്ഞല്ല എന്റെ യോസഫ് കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത്. ദൈവം ഡയറക്റ്റ് രാജാവിന് ഒരു സ്വപ്നം കാണിച്ചാലോ. ഓ ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വെറും കയ്യോടെ മടങ്ങിപ്പോകാനല്ല യോസഫിന്റെ വിളി. ജീസസ് നെയിം. ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ കിടന്ന് യോസഫ് പറയുന്നത് ഇതാ, എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് അവിടെയാ എന്റെ കുടുംബം ഇരിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് അങ്ങോട്ട് മടങ്ങിപ്പോകണം. നോ, അതിനല്ല. 11 വർഷക്കാലം, ജീസസ് നെയിം, 11 വർഷക്കാലം നീ കഷ്ടപ്പെട്ടത്, നിനക്ക് ഇത്രയും വലിയ ട്രെയിനിങ് തന്നത്, നിന്നെ ഇത്രയും വലിയ വിവേകിയാക്കി മാറ്റിയത്, ഇത്രയും വലിയ ജ്ഞാനമുള്ളവനാക്കി മാറ്റിയത്, വെറും കൈയോടെ നിന്റെ സഹോദരന്മാരുടെ നടുവിൽ, ദോഷം പ്രവർത്തിച്ചവരുടെ നടുവിൽ മടങ്ങി ചെല്ലുവാനല്ല. ഹല്ലേലൂയ. 30ാമത്തെ വയസ്സിൽ ഈ ദേശത്തിന്റെ ഉപദേഷ്ടാവായിട്ട് സിംഹാസനം കൊണ്ട് മാത്രം രാജാവ് നിന്നേക്കാൾ ഉയർന്നിരിക്കും. ഹല്ലേലൂയ. എന്താ രാജാവ് യോസഫിനെ പറ്റി പറയുന്നത്? ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മോതിരമൂരി യോസഫിന്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പള്ളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ 2ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്നവന്റെ മുന്നിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ഹല്ലേലൂയ. പോത്തിഫറും അവന്റെ ഭാര്യയും യോസഫ് രാജാവിന്റെ 2ാം രഥത്തിൽ കയറി വന്നത് തന്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടാകണം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ജീസസ് നെയിം. ദൈവം പ്ലാൻ ചെയ്യുമ്പോൾ അതിങ്ങനൊക്കെ ആയിരിക്കും. ഹല്ലേലൂയ. ഞാൻ വായിച്ചപ്പോ എനിക്ക് എന്തോ മനസ്സിലായത്. നോക്കിയേ, ഈ 13 കൊല്ലം, ഹല്ലേലൂയ, 13 കൊല്ലം ഈ യോസഫ് വിചാരിച്ചിട്ടുണ്ടാകും. 12ാമത്തെ കൊല്ലം, 13ാമത്തെ കൊല്ലം എല്ലാം, കർത്താവ് എനിക്ക് ഇത്രയും ജ്ഞാനമുണ്ട്, എനിക്ക് ഇത്രയും വിവേകമുണ്ട്, ഞാൻ ഈ കാരാഗൃഹത്തിൽ കിടന്ന് നശിച്ചു പോകുമല്ലോ എന്ന് യോസഫ് കരഞ്ഞിട്ടുണ്ടാകും. ഹല്ലേലൂയ. എന്നെ കൊണ്ട് ഇനി എന്ത് ഉപയോഗമുണ്ട് എന്ന് യോസഫ് വിചാരിച്ചിട്ടുണ്ടാകും. ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിലെത്തി. ഞാൻ പോയ ഇടത്തെല്ലാം ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്നാലും ഹല്ലേലൂയ, കാരാഗൃഹത്തിൽ ബദ്ധന്മാർക്കെല്ലാം അവൻ പ്രമാണിയാണെങ്കിലും അവൻ സന്തോഷമുള്ളവനല്ല. അവന്റെ ഹൃദയമെല്ലാം എബ്രായ ദേശത്തിരിക്കുകയാ. ഹല്ലേലൂയ. നോക്കിക്കേ, ജീസസ് നെയിം. പക്ഷേ ദൈവം അവനെ പറ്റി എന്താ പറഞ്ഞതെന്നറിയോ? ഹല്ലേലൂയ. നീ അമ്മയുടെ നീ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ വിളിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ അറിയുക. ഹല്ലേലൂയ. ഞാൻ നിന്റെ വായെ മൂർച്ചയുള്ള വാളാക്കി മാറ്റി എൻ്റെ കയ്യിൽ മറച്ചു വച്ചിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ മൂർച്ചയുള്ള അമ്പാക്കി, ഹല്ലേലൂയ, എൻ്റെ പൂണിയിൽ മറച്ചു വച്ചിരിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? ഈ ദിവസത്തിനു വേണ്ടി. ഹല്ലേലൂയ. 13 കൊല്ലം എടുത്തു. എന്തിനു വേണ്ടി? ഈ ദിവസത്തിനു വേണ്ടി ഞാൻ നിന്നെ മറച്ചു വച്ചിരിക്കുകയായിരുന്നു. ഞാൻ നിന്റെ വായെ മൂർച്ചയുള്ള വാളാക്കി എൻ്റെ കയ്യിൽ മറച്ചു വെച്ചു. ഞാൻ നിന്നെ അമ്പാക്കി എൻ്റെ പൂണിയിൽ ഒളിപ്പിച്ചു വെച്ചു. എന്തിനാ? ഫോർ ദിസ് ഡേ. രാജാവിന്റെ മുൻപിൽ നീ നിൽക്കണം എന്ന് ഞാൻ തീരുമാനിച്ച ഈ ദിവസത്തിനു വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജീസസ് നെയിം. ഒന്നുമില്ലാത്തവനായിട്ട് തിരിച്ചു പോകാനാണ് യോസഫ് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. പാനപാത്രവാഹനോട് മറക്കരുതേ എന്ന് പറഞ്ഞു വിട്ടു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദൈവം ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ, ഇവൻ എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ, ഇവൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കും, ഇവൻ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, ഇവൻ ഈ പാനപാത്രവാഹകനോടാണല്ലോ അവൻ സഹായം ചോദിക്കുന്നത് എന്ന് ദൈവം ഒരു നിമിഷം വിചാരിച്ചിരുന്നെങ്കിലോ, പാനപാത്രവാഹകൻ പോയി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലോ, യോസഫ് തിരിച്ചു പോയിരുന്നെങ്കിലോ?
ഹല്ലേലൂയ. നിങ്ങൾ ആരും അതിശയിക്കേണ്ട, യോസഫിന്റെ കഥ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ പുസ്തകത്തിൽ കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ. യാക്കോബിന്റെ മകൻ ഒരു യോസഫ് എന്നല്ലാതെ വേറൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, എൻ്റെ ദൈവം കൃപ തോന്നി പാനപാത്രവാഹകന്റെ ബുദ്ധിയെ മറച്ചു കളഞ്ഞതുകൊണ്ട്, ഹല്ലേലൂയ, എൻ്റെ ദൈവം പാനപാത്രവാഹകൻ അവനെ മറന്നു കളയാൻ ഇടയാക്കിയത് കൊണ്ട്, ഹല്ലേലൂയ. ചിലരൊക്കെ നിന്നെ ഓർക്കാത്തതിന് നീ ദൈവത്തോട് നന്ദി പറ. ഹല്ലേലൂയ. ചിലരൊക്കെ നിന്നെ മറന്നു കളഞ്ഞതിന് നീ ദൈവത്തോട് നന്ദി പറ. അത് കാരണം നീ അധികം പ്രാർത്ഥിച്ചില്ലേ, അത് കാരണം നീ അധികം ഉണർന്നിരുന്നില്ലേ, അത് കാരണം നീ ദൈവത്തിന് കീഴടങ്ങിയില്ലേ, അത് കാരണം നീ ദൈവത്തിൽ ആശ്രയിച്ചില്ലേ, അത് കാരണം ആ ദൈവം നിന്നെ ഉയർത്തിയതെന്ന് നീ പറയാൻ ഇടയാകും. ഓ ഹല്ലേലൂയ, ജീസസ് നെയിം, ആമേൻ. ഒറുങ്കയ്യനായിട്ട് ഒന്നുമില്ലാത്തവനെ തിരിച്ചു പോകേണ്ടിയിരുന്ന യോസഫ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യോസഫ് ആ ദേശത്തിൽ രാജാവിന്റെ മുദ്രമോതിരവും വഹിച്ച് നടക്കുക. എന്തുകൊണ്ട് ഈ മുദ്രമോതിരം ഊരി ഇട്ട് കൊടുക്കുന്നത്? കാരണം രാജാവ് പറയുന്നത് ഇനി ഡിസിഷൻസ് എടുക്കുന്നത് ഞാനല്ല, നീയാ. ഹല്ലേലൂയ. ഒരു നിയമം പാസ്സാകണമെങ്കിൽ മുദ്രമോതിരം വെക്കണം. ഹല്ലേലൂയ. എന്താ ഉദ്ദേശിച്ചത്? എടാ, എനിക്കിതിലൊന്നും ഇടപെടാനില്ല, എൻ്റെ രാജ്യം നിന്റെ കയ്യിലിരിക്കുകയാ. ഹല്ലേലൂയ. ജനം എന്റേതാ, പക്ഷെ നിന്റെ വാക്ക് അവരനുസരിക്കാൻ പോകുന്നത്. നിനക്ക് തീരുമാനിക്കാം, നിനക്ക് നടത്താം, നിനക്ക് പണിയാം, നിനക്ക് അഴിക്കാം, നിനക്ക് ഉടച്ചു കളയാം, നിനക്ക് എന്തും ചെയ്യാം. മുദ്രമോതിരം നിന്റെ കയ്യിലിരിക്കുകയാ. ഹല്ലേലൂയ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നേ ഉള്ളൂ, ഭരണം നിന്റെ കയ്യിലായിരിക്കും. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് യോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. 50-50 വാക്യം പറയുന്നുണ്ട്, ക്ഷാമകാലം വരും മുൻപേ, ഹല്ലേലൂയ, ബ്യൂട്ടിഫുൾ. അത് ക്ഷാമകാലം വരും മുൻപേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. ക്ഷാമകാലം വരുന്നതിന് മുൻപേ എന്ത് ചെയ്തു? 2 പുത്രന്മാർ. നോക്കിയേ, അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഭാഗം പറഞ്ഞിരിക്കുന്നത്. 50 വാക്യം മുതൽ, ക്ഷാമകാലം വരും മുൻപേ യോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. ഹല്ലേലൂയ. നോക്കിക്കേ നിങ്ങള്, ക്ഷാമകാലം വരുന്നതിന് മുൻപേ യോസഫിന് 2 മക്കൾ ജനിക്കുകയാണ്. നോക്കിയേ, യോസഫ് ആഗ്രഹിച്ചത് എഫ്രൈം തൻ്റെ എബ്രായ ദേശത്തേക്ക് തിരിച്ചു പോകാനാ. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് യോസഫ് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. ഞാൻ തിരിച്ചു പോകണമെന്ന എന്നും ആഗ്രഹിച്ചത്, പക്ഷേ ഇന്ന് ഞാൻ മറന്നു പോവുകയാ തിരിച്ചു പോകുന്ന കാര്യം. ഹല്ലേലൂയ. യോസഫ് അതാ പറയുന്നത്. നോക്കിയേ, ഞാൻ മറന്നു പോവുക, എന്നെ മറക്കുമാറാക്കി ഈ ദൈവം. ഞാൻ ഓരോ നിമിഷവും കഴിഞ്ഞ 13 കൊല്ലം ഞാൻ ആഗ്രഹിച്ചു എനിക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റിയെങ്കിൽ. ഇന്ന് നോക്കിക്കേ, ഞാൻ തിരിച്ചു പോകുന്ന കാര്യം തന്നെ മറന്നു പോവുകയാ. ദേശത്ത് ക്ഷാമകാലം വരും മുമ്പേ ദൈവം എന്നെ ഒരു കുടുംബമായിട്ട് ഈ ദേശത്ത് നിർത്തിയിരിക്കുകയാ. ഹല്ലേലൂയ. എനിക്ക് 2 പുത്രന്മാരുണ്ടായിരിക്കുകയാ. ഹല്ലേലൂയ. ദൈവം യോസഫിനെ ഉയർത്തുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് വാഗ്ദത്തം വൈകിയതാണെന്ന്. നോ, വാഗ്ദത്തം വലുതായതാ. ഹല്ലേലൂയ. ദൈവം കാണിച്ചു കൊടുത്ത സ്വപ്നത്തില് രാജ്യങ്ങളില്ല, ദേശാധിപതികളില്ല, ഈ ഫറവോനില്ല, ആരുമില്ല. ദൈവം കാണിച്ച സ്വപ്നത്തില് കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തൻ്റെ സഹോദരന്മാർ തനിക്ക് ദോഷം തീരുമാനിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഇനി എൻ്റെ കളിയാ. ഹല്ലേലൂയ. ഇനി ഞാനാ കളിക്കാൻ പോകുന്നത്, ഇനി എൻ്റെ ഗെയിമാ. ഹല്ലേലൂയ. അവിടെ ദൈവമായി ഇറങ്ങി വന്ന് പറഞ്ഞത്, ഇവന് കാണിച്ച സ്വപ്നമൊന്നുമല്ല, ഇവൻ കണ്ടിട്ടില്ലാത്ത ഉയരങ്ങളിലേക്ക് ഞാൻ ഇവനെ ഉയർത്താൻ പോവുകയാ. ഹല്ലേലൂയ. 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വിചാരിച്ചു, എന്ത് രസമാ, സഹോദരന്മാരെല്ലാം എന്നെ വന്ന് വണങ്ങി നമസ്കരിക്കും, വളരെ ഈസി ആയിട്ട് എത്തിപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹല്ലേലൂയ, വാഗ്ദത്തം വലുതാകും തോറും അവൻ ഓടേണ്ട ദൂരം അവന് കൂടി. ഹല്ലേലൂയ. അവന്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതിന് അവനെ ഓടിക്കേണ്ട ദൂരം കൂടി. ഹല്ലേലൂയ. ജീസസ് നെയിം. ഇന്നിവിടെ വലിയ വാഗ്ദത്തങ്ങൾ കരങ്ങളിലുള്ളവരുണ്ടോ? എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, മടുത്തു പോകരുത്. ഹല്ലേലൂയ. സഹായം ചോദിക്കാൻ പാടില്ലാത്ത ഇടത്തു പോയി സഹായങ്ങൾ ചോദിക്കരുത്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ ആദ്യം മുതൽ അവസാനം വരെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം ഞാൻ ഇപ്പൊ കാണുന്നത് മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാ.
ഹല്ലേലൂയ. പക്ഷെ എൻ്റെ ദൈവം അവസാനം വരെയും കാണുന്ന ദൈവം അത്രേ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും ഈ ദൈവത്തെ? ഹല്ലേലൂയ. എത്ര പേർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഈ അപ്പനെ? ഹല്ലേലൂയ. നീ വിചാരിക്കരുത് നിനക്ക് എതിരെ വരുന്ന ദോഷമായതിനെ ഗുണമാക്കി തീർക്കാൻ മാത്രമല്ല, നീ വിചാരിച്ചതിലും വലുതായിട്ട് നിന്നെ മാനിക്കുവാൻ. ഹല്ലേലൂയ. ഓ, ദോഷം വിചാരിച്ചവരുടെ മുൻപ് മേശ നിനക്കിടുന്ന ഒരു അപ്പൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. ഓ, കരങ്ങളെ തട്ടി യേശുവിന് ആരാധന കൊടുക്കാമോ? ഇന്നിവിടെ കേട്ട വചനങ്ങളെ ഒന്ന് ഓർക്കാമോ?